ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി നെന്മാറ ഗവൺമെന്റ് എൽ.പി. സ്കൂൾ, പഴയഗ്രാമം എൽ.പി. സ്കൂൾ വിദ്യാർത്ഥികൾ സൗഹൃദ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. പൊതുവെ കുട്ടികൾക്ക് പോലീസ് സ്റ്റേഷൻ പറഞ്ഞ പേടിയാണ്. അപ്പോൾ അതൊന്ന് മാറ്റണം. അപ്പോൾ പോലീസുകാരായിട്ട് കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ ഈ ഒരു വിസിറ്റിലൂടെ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു. സ്റ്റേഷനിലെത്തിയ വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു. ആയുധം സൂക്ഷിക്കുന്ന സ്ഥലം, ഇരിപ്പിടങ്ങൾ, സബ് ഇൻസ്പെക്ടറുടെ റൂം എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി. സർക്കിൾ ഇൻസ്പെക്ടർ A.P. അനീഷ് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. പോലീസ് സ്റ്റേഷൻ എന്തിനാ നമ്മളൊക്കെ വരുന്നേ? കുറ്റം ചെയ്തവർ മാത്രമേ വരുന്നുള്ളൂ പോലീസ് സ്റ്റേഷനിൽ, അല്ലേ? കുറ്റം ചെയ്യാത്തവർ വരുമോ? കുറ്റം ചെയ്യാത്തവർ വരില്ലേ? ഇപ്പൊ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പഴയ പോലൊന്നുമല്ല. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ശിശു സൗഹൃദമാണ്. നിങ്ങളെല്ലാം കൊച്ചു കുട്ടികളല്ലേ? അപ്പോൾ കൊച്ചു കുട്ടികൾക്കും പോലീസ് സ്റ്റേഷനിൽ വന്ന് സന്ദർശിച്ച് പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതെല്ലാം നമ്മുടെ ഈ ലോകത്തുള്ള കാര്യങ്ങളല്ലേ? അല്ലേ? പോലീസ് സ്റ്റേഷന്, സ്കൂളുകൾ, വില്ലേജ് ഓഫീസുകൾ, അല്ലേ, ആശുപത്രികൾ, ഇതെല്ലാം നമ്മുടെ പരിസരങ്ങളിലുള്ള സ്ഥാപനങ്ങളാണ്, അല്ലേ? ഇതെല്ലാം നമ്മൾ അറിയണ്ടേ? പോലീസ് സ്റ്റേഷനിൽ എന്താണ് നടക്കുന്നത്, ആശുപത്രിയിൽ എന്താണ് നടക്കുന്നത് എന്നെല്ലാം നമ്മൾ അറിയണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇന്നത്തെ പ്രത്യേകത അറിയാമല്ലോ എല്ലാവർക്കും. ശിശുദിനം. എന്താണ് ശിശുദിനത്തിൻ്റെ പ്രത്യേകത അറിയാവോ? എന്താണ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. അപ്പോൾ അതാണ് നമ്മുടെ ശിശു ദിനമായിട്ട് നമ്മൾ നവംബർ 14 ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും അറിയാം, അല്ലേ? ആർക്കും ഇതിനകത്ത് അറിയാതില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഈ പ്രത്യേക ദിവസങ്ങളിൽ നമ്മൾ നിങ്ങൾക്ക് കൂടുതൽ ഒരു സ്ഥലങ്ങൾ പോയി വിസിറ്റ് ഇതുപോലെ സന്ദർശിച്ചിട്ട് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൂടുതൽ അറിവുകൾ ശേഖരിക്കുക. അങ്ങനെ നമ്മൾ ഓരോരോ പുതിയ കാര്യങ്ങൾ പഠിക്കുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നത്. ASI ശങ്കരനാരായണൻ, പ്രധാന അധ്യാപിക പ്രജിത, അധ്യാപിക ഉഷാകുമാരി, PTA പ്രസിഡന്റ് സുരേഷ് അനന്തരാമൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.